Good morning. Good morning, ma'am. Morning, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എടുത്തു നിർത്തിയത്? ഹൗസ് കീപ്പിംഗ് സർവീസ് അല്ലേ എടുത്തോണ്ടിരിക്കുന്നേ? എവിടെ വരെ എടുത്തു നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സില്? ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യന്റ് റൂംസ് കംപ്ലീറ്റ് ആയിരുന്നോ? കംപ്ലീറ്റ്. നെക്സ്റ്റ് പേഷ്യന്റ് റൂം ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയേഴ്സ് ആണോ സ്റ്റാർട്ട് ചെയ്യാനുള്ളത്? അല്ലേ? ഓക്കെ. അപ്പൊ അവിടെ വരെയും ക്ലിയർ ആണോ? പേഷ്യന്റ് റൂം ക്ലീനിങ് ഡ്യൂട്ടീസ് ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് നമ്മള് പേഷ്യന്റ് റൂം ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയേഴ്സ്. അപ്പൊ പേഷ്യൻസിന്റെ റൂമിനുള്ളിലുള്ള ബാത്റൂമിന്റെ ക്ലീനിങ് പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. നോക്കിയേ, ഫസ്റ്റ് വൺ, empty and sanitize trash can needed, replace liners or covers. അതായത് നമ്മുടെ ബാത്റൂമുകളുടെ ഉള്ളിൽ നമ്മൾ കണ്ടു കാണും, ബാത്റൂമിന്റെ ഉള്ളില് ട്രാഷ് ക്യാൻസ് അല്ലെങ്കിൽ ചവറ്റുകൊട്ടകൾ ഉണ്ടാവാറുണ്ട് അല്ലെ, വേസ്റ്റ് ബിൻസ് ഉണ്ടാവാറില്ലേ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് മുകളില് ഒരു കവർ ഇട്ടിട്ടുണ്ടാവും, അവര് കണ്ടിട്ടുണ്ടോ? പച്ചയോ മഞ്ഞയോ രീതിയിലുള്ള കവറുകൾ ഇട്ട് കാണും, അല്ലെങ്കിൽ ബ്ലാക്ക് ഒക്കെയാ കൂടുതലും ബാത്റൂമിനുള്ളിലേക്ക് ഇടാറ്. കവർ ഇട്ട് കണ്ടിട്ടില്ലേ? അതാണ് ലൈനേഴ്സ് അല്ലെങ്കിൽ കവേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ലൈനേഴ്സോ കവറുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി പുതിയ ഒരെണ്ണം അവിടെ റീപ്ലേസ് ചെയ്യുക. പുതിയ ഒരെണ്ണം നിങ്ങൾ കണ്ടു കാണും, ആ ഒരു കവർ എടുത്തിട്ട് പോയിട്ട് അവര് പുതിയ ഒരെണ്ണമാണ് അവിടെ ആ ഒരു പുതിയൊരു കവർ ഒക്കെ ഇട്ട് വെച്ചേക്കും. അപ്പൊ അങ്ങനെയുള്ള കവറുകൾ ഇടുക. അതുപോലെ തന്നെ ആ ട്രാഷ് ക്യാൻസ് അല്ലെങ്കിൽ ചവറ്റുകുട്ടകൾ കൃത്യമായിട്ട് അത് എംപ്റ്റി ചെയ്യുക, അത് ഒഴിവാക്കുകയും കൃത്യമായിട്ട് സാനിറ്റൈസ് ചെയ്യുകയും ചെയ്യും. രണ്ടാമത്തത് സാനിറ്റൈസ് ടച്ച് പോയിന്റ്സ്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്പർശിക്കുന്ന പ്രതലങ്ങൾ. അപ്പൊ ഒരു ബാത്റൂമിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്യുന്ന ഇടങ്ങൾ എവിടെയാ? ലൈറ്റിന്റെ സ്വിച്ചസ് അല്ലെ, ലൈറ്റ് സ്വിച്ചസ് എന്നാണ് കേട്ടോ. അവിടെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തെറ്റിയേക്കണം. ലൈറ്റ് സ്വിച്ചസ്, ലൈറ്റിന്റെ സ്വിച്ച് നമ്മൾ ഇടാറുണ്ട് അല്ലെ. ഡോറിന്റെ നോബുകൾ, ഡോർ നോബ് നമ്മൾ എപ്പോഴും അത് പോകുമ്പോൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ദെൻ ഹാൻഡ് റെയിൽസ്, ഇതെല്ലാം എന്ത് ചെയ്യുക? കൂടുതൽ ടച്ച് ചെയ്യുന്ന, നമ്മൾ കൂടുതൽ സ്പർശിക്കുന്ന പ്രതലങ്ങളാണ്. ഇവയെല്ലാം കൃത്യമായിട്ട് സാനിറ്റൈസ് ചെയ്യുക, അണുനശീകരണം നടത്തുക. മൂന്നാമതായിട്ട് പറയുന്നത് ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ഷവേഴ്സ്, ടബ്സ്, സിങ്സ്. ആ ഒരു ബാത്റൂമിനുള്ളിലുള്ള ഷവറുകളായിക്കോട്ടെ, ടബുകളായിക്കോട്ടെ, സിങ്കുകളായിക്കോട്ടെ, ഇതെല്ലാം കൃത്യമായിട്ട് വൃത്തിയാക്കുകയും സാനിറ്റൈസ് ചെയ്യുകയും ചെയ്യണം. നാലാമത്തതാണ് ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ടോയ്ലറ്റ് ബൗൾ, സീറ്റ്, ടാങ്ക് ആൻഡ് ഫ്ലഷ് ഹാൻഡിൽ. ആ ഒരു ടോയ്ലറ്റിന്റെ ആ ഒരു ടോയ്ലറ്റ് ബൗള്, അതിന് മുകളിലുള്ള സീറ്റ്, അതുപോലെ തന്നെ ആ വെള്ളം നിറയ്ക്കുന്ന ടാങ്ക്, അതിന്റെ ഫ്ലഷ് ചെയ്യുന്ന ആ ഒരു ഹാൻഡില് മുതലായ ഇടങ്ങളെല്ലാം കൃത്യമായിട്ട് വൃത്തിയാക്കുകയും അണുനശീകരണം ചെയ്യുകയും ചെയ്യും. ഇത്രയും 4 പോയിന്റ്സ് ഒരു ഹോസ്പിറ്റലിലെ പേഷ്യന്റിന്റെ റൂമിനുള്ളിലുള്ള ബാത്റൂം ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് ആണ്. അതിൽ ഒന്നാമത് ബാത്റൂമിനുള്ള ചവറ്റുകുട്ടകൾ അല്ലെങ്കിൽ ട്രാഷ് ക്യാൻസ് ഒക്കെ എംപ്റ്റി ചെയ്യുക, അതിനുള്ളിലുള്ള കവറോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് മാറ്റി പുതിയൊരെണ്ണം റീപ്ലേസ് ചെയ്ത് അത് സാനിറ്റൈസ് ചെയ്ത് വെക്കാം. രണ്ടാമത് പറഞ്ഞത് ഏറ്റവും കൂടുതൽ നമ്മൾ സ്പർശിക്കുന്ന പ്രതലങ്ങളായിട്ടുള്ള ലൈറ്റിന്റെ സ്വിച്ചസ് ആവാം, ഡോർ നോബ്സ് ആവാം, ഹാൻഡ് റെയിൽസ് ആവാം, ഇവയൊക്കെ വൃത്തിയാക്കുകയും സാനിറ്റൈസ് ചെയ്യുകയും ചെയ്യുക. മൂന്നാമതായി പറഞ്ഞത് സാനിറ്റൈസ് ഷവറുകള്, ടബുകള്, സിങ്കുകള് മുതലായിട്ടുള്ളതൊക്കെ ബാത്റൂമിനുള്ളിലുള്ളവ, അതൊക്കെ കൃത്യമായിട്ട് വൃത്തിയാക്കുകയും അണുനശീകരണം ചെയ്യുകയും ചെയ്യുക. നാലാമത് പറഞ്ഞത് ടോയ്ലറ്റിന്റെ ടോയ്ലറ്റ് ബൗള്, അതിന് മുകളിലുള്ള സീറ്റ്, അതുപോലെ തന്നെ ടാങ്ക്, ഫ്ലഷ് ചെയ്യുന്ന ഹാൻഡില് മുതലായിട്ടുള്ള ഇടങ്ങളെല്ലാം വൃത്തിയാക്കുകയും അണുനശീകരണം ചെയ്യുകയും ചെയ്യും. ക്ലിയർ ആണോ? 4 പോയിന്റ്സ് ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക്. ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ ഡിസ്ചാർജ് ആയി പോയി കഴിയുമ്പോൾ ആ
പേഷ്യന്റിന്റെ റൂമോ ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോയി കഴിയുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാറുണ്ട് അല്ലെ, മറ്റൊരു പേഷ്യന്റിനെ റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് തന്നെയാണ് ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്കുകളിലും പറയുന്നത്. അതിൽ ഒന്നാമത് make firm that the patient has been discharged and room vacant. ആദ്യം നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് ആ ഒരു റൂമിൽ നിന്നും ആ പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോയി, ഇപ്പോ ആ റൂം വേക്കന്റ് ആണ് അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുകയാണ് എന്ന് ഉറപ്പുവരുത്തണം. രണ്ടാമത്തെ കാര്യം ഹാൻഡ് ഹൈജീൻ. ആരാണോ വൃത്തിയാക്കാൻ പോകുന്നത് അവര് കൃത്യമായിട്ടുള്ള ആ ഒരു ഹാൻഡ് ഹൈജീൻ എന്ത് ചെയ്യണം, പെർഫോം ചെയ്യണം. അതിനു വേണ്ടി വെയർ ഗ്ലൗസ് ആണ് അവിടെ, വെയർ ഗ്ലൗസുകൾ ധരിക്കുക. ആൻഡ് പ്ലേസ് സേഫ്റ്റി സൈൻ ഔട്ട്സൈഡ് ദ ഡോർ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമ്മൾ സേഫ്റ്റി ബോർഡുകൾ ആ ഒരു ഡോറിന് പുറത്തായിട്ട് അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്ന റൂമിന് പുറത്തായിട്ട് സ്ഥാപിക്കണം എന്ന് പറഞ്ഞു. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ജനറൽ ആയിട്ട് പറയുന്നത്. ഒന്നാമത്തത് ആ ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോയി, ആ റൂം ഇപ്പോൾ വേക്കന്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുകയാണെന്ന് ഉറപ്പുവരുത്തണം. രണ്ടാമതായിട്ട് ആരാണോ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ആ സ്റ്റാഫുകളുടെ അവര് ഹാൻഡ് ഹൈജീൻസ് കൃത്യമായിട്ട് പെർഫോം ചെയ്യണം. അതുപോലെ തന്നെ അവര് കൃത്യമായിട്ടുള്ള ഗ്ലൗസുകൾ ധരിച്ച് വേണം പ്രവർത്തിക്കാനായിട്ട്. അതുപോലെ ആ ഒരു സേഫ്റ്റി സൈൻ ബോർഡുകൾ ആ ഡോറിന് പുറത്ത് അല്ലെങ്കിൽ ആ ഒരു റൂമിന് പുറത്ത് സ്ഥാപിക്കേണ്ടതുമാണ്. മൂന്നാമത്തത് ഡിസ്ഇൻഫെക്റ്റഡ് മാട്രസ് ടോപ്പ് ബോട്ടം ആൻഡ് സൈഡ്സ്, റീപ്ലേസ് കവർ, ബെഡ് കവർ, പില്ലോ കവർ. അതായത് നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലിലുള്ള മെത്തകള് അതിന്റെ ടോപ്പ് ആയിക്കോട്ടെ, ബോട്ടം ആയിക്കോട്ടെ, സൈഡ് ആയിക്കോട്ടെ മുതലായവയൊക്കെ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുക അല്ലെങ്കിൽ അണുനശീകരണം നടത്തുക. അതുപോലെ തന്നെ ബെഡ് കവർ ആയിക്കോട്ടെ, പില്ലോ കവറുകൾ മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് റീപ്ലേസ് ചെയ്ത് പുതിയൊരെണ്ണം വിരിക്കുക. നാലാമത്തത് വാക്വം ആൻഡ് പോളിഷ് ഫർണിച്ചർ, ടേൺ കുഷ്യൻസ്, നോട്ട് സ്റ്റെയിൻസ് ഓർ ഡാമേജ്. അതുപോലെ തന്നെ ഇപ്പൊ അവർക്ക് ഫർണിച്ചറുകളായിക്കോട്ടെ, കുഷ്യനുകളായിക്കോട്ടെ, ഇതെല്ലാം വാക്വം ക്ലീനർ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അതിലെ പൊടിയും കാര്യങ്ങളും ഉപയോഗിച്ചൊക്കെ വലിച്ചെടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും സ്റ്റെയിൻസോ കറകളോ കാര്യങ്ങളോ കുഷ്യൻസിലോ അല്ലെങ്കിൽ ആ ഒരു ഫർണിച്ചറുകളിലോ പറ്റിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ദെൻ ഓർ ഡാമേജ്, എന്തെങ്കിലും ഡാമേജുകൾ ഈ പറയുന്ന ഫർണിച്ചറോ കാര്യങ്ങൾക്കോ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ അഞ്ചാമത്തത് ക്ലീൻ ആൻഡ് സാനിറ്റൈസ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്, ദാറ്റ് ഇസ് വീൽ ചെയർസ്, IV പോൾസ് എക്സെട്ര. ആ ഒരു പേഷ്യന്റിന്റെ റൂമിനുള്ളിലുള്ള എക്യുപ്മെന്റുകൾ, ഇപ്പൊ വീൽ ചെയറുകൾ ഉണ്ടാവാം, ചിലപ്പോൾ സ്ട്രക്ചറുകൾ ഉണ്ടാവും, ചിലപ്പോൾ അത് ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചാണ് അല്ലെ. അപ്പൊ ആ പേഷ്യന്റ് ചിലപ്പോൾ വീൽ ചെയർ ആയിരിക്കണം. IV പോൾസ് എന്താ, ഇൻട്രാവീനസ് ഡ്രഗ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാവും അല്ലെ, ഡ്രിപ്സ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് കണ്ടിട്ടില്ലേ ആ ഒരു റൂമിനുള്ളില്, അതാണ് IV പോൾസിന്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റാൻഡോ കാര്യങ്ങളൊക്കെ എക്യുപ്മെന്റ്സിൽ വരുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഉപകരണങ്ങള് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുകയും സാനിറ്റൈസ് ചെയ്യുകയും ചെയ്യണം. നെക്സ്റ്റ് പറയുന്നത് ചെക്ക് ആൻഡ് റീഫിൽ സോപ്പ് ആൻഡ് പേപ്പർ ടവൽ ഡിസ്പെൻസേഴ്സ്. ആ റൂമിനുള്ളില് സോപ്പിന്റെയോ അല്ലെങ്കിൽ മറ്റു പേപ്പർ ടവൽ ഡിസ്പെൻസേഴ്സോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ഫിൽ ചെയ്ത് വെക്കാം. ഏഴാമത്തത് ക്ലീൻ ആൻഡ് സാനിറ്റൈസ് പേഷ്യന്റ് ബാത്റൂം. അതുപോലെ തന്നെ ആ റൂമിന്റെ ഉള്ളിലുള്ള പേഷ്യൻസിന്റെ ബാത്റൂമും ഇതുപോലെ വൃത്തിയായിട്ട് കഴുകുകയും അത് സാനിറ്റൈസ് ചെയ്യുകയും വേണം. സ്വീപ്പ്, വെറ്റ് മോപ്പ് ആൻഡ് സാനിറ്റൈസ് ഓൾ ഫ്ലോർസ്. അവിടെയുള്ള എല്ലാ ഫ്ലോറുകളും കൃത്യമായിട്ട് അടിച്ചുവാരി തുടച്ച് വൃത്തിയാക്കി ഇടേണ്ടതും അണുനശീകരണം ചെയ്യേണ്ടതും ഈ ഒരു ടെർമിനൽ റൂം ക്ലീനിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്കുകളിൽ വരുന്നത് ആദ്യം പേഷ്യന്റ് ആ ഒരു റൂമിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോയി, ആ റൂം ഇപ്പോൾ വേക്കന്റ് ആണ് എന്ന് ഉറപ്പുവരുത്തണം. രണ്ടാമത്തെ കാര്യം പറയുന്നത് കൃത്യമായിട്ടുള്ള ഹാൻഡ് ഹൈജീൻ പെർഫോം ചെയ്യണം അവിടുത്തെ ജീവനക്കാര്. അതിനുശേഷം അവർ കൃത്യമായിട്ടുള്ള ഗ്ലൗസുകൾ ധരിച്ചു വേണം പ്രവർത്തിക്കാനായിട്ട്. അതുപോലെ പുറത്തൊരു സൈൻ ബോർഡ് സ്ഥാപിക്കുകയും വേണം. മൂന്നാമത്തെ കാര്യം പറയുന്നത് ആ ഒരു മാട്രസ് അല്ലെങ്കിൽ ആ ഒരു മെത്തയുടെ ടോപ്പ് ആയിക്കോട്ടെ, ബോട്ടം ആയിക്കോട്ടെ, സൈഡ് മുതലായിട്ടുള്ള എല്ലാ ഇടങ്ങളും ഡിസ്ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അണുനശീകരണം ചെയ്യണം. അവിടെയുള്ള ബെഡ്ഷീറ്റുകളും പില്ലോ കവറുകളും ഒക്കെ മാറ്റി പുതിയത് റീപ്ലേസ് ചെയ്ത് വിരിക്കണം. നാലാമത് പറയുന്നത് ഫർണിച്ചറുകളോ അല്ലെങ്കിൽ കുഷ്യൻസോ മുതലായവയൊക്കെ വാക്വം ക്ലീനർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് മാറ്റണം. അതുപോലെ എന്തെങ്കിലും സ്റ്റെയിൻസ് കറകൾ വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജുകൾ സംഭവിച്ചിട്ടുണ്ടോ ഇതെല്ലാം കൃത്യമായിട്ട് നോട്ട് ചെയ്യണം.
ദെൻ അഞ്ചാമത് പറയുന്നത് മെഡിക്കൽ എക്യുപ്മെന്റ്സ്, ആ ഒരു റൂമിനുള്ളിലുള്ള വീൽ ചെയറോ IV പോൾസോ മുതലായിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സ് വൃത്തിയാക്കുകയും അത് അണുനശീകരണം ചെയ്യുകയും വേണം. അതുപോലെ സോപ്പിന്റെയോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ടവൽ ഡിസ്പെൻസേഴ്സോ കാര്യങ്ങളോ ഒക്കെ ആ ഒരു റൂമിലുണ്ടെങ്കിൽ അതൊക്കെ തീർന്നിരിക്കുകയാണെങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്ത് വെക്കാം. ക്ലീൻ ആൻഡ് സാനിറ്റൈസ്, പേഷ്യൻസിന്റെ ബാത്റൂമുകൾ വൃത്തിയാക്കുകയും അണുനശീകരണം ചെയ്യുകയും ചെയ്യുക. ആ വൃത്തിയുള്ള എല്ലാ ഫ്ലോറിന്റെയും ഫ്ലോറും നല്ല രീതിയിൽ അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി സാനിറ്റൈസ് ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യുക. അത് അടുത്ത പേഷ്യന്റിന് വേണ്ടി റെഡിയാക്കി വെക്കുന്നതാണ്. ക്ലിയർ ആണോ ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക്? ഓക്കെ ആണ്. ഓക്കെ. Then next പറയുന്നത് ഡെയിലി ഹൗസ് കീപ്പിംഗ് ഫോർ അതർ ഹോസ്പിറ്റൽ ഏരിയാസ്. അപ്പൊ ദിവസേന ഈ ഹോസ്പിറ്റൽ പേഷ്യന്റ് റൂമിന്റെ കാര്യം അല്ലെങ്കിൽ ബാത്റൂം മാത്രമല്ല ക്ലീൻ ചെയ്യേണ്ടത് അല്ലെ, ഹോസ്പിറ്റലിലെ മറ്റ് ഏരിയാസും ദിവസേന ഹൗസ് കീപ്പേഴ്സ് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ദിവസേനയുള്ള എവിടെയൊക്കെയാണ് ക്ലീൻ ചെയ്യേണ്ടതാണ്. ഒന്നാമത് നോക്കിയേ, ക്ലീനിങ് അപ്പ് ആൻഡ് സാനിറ്റൈസ് സർഫസസ് കണ്ടാമിനേറ്റഡ് ബൈ ബോഡി ഫ്ലൂയിഡ്സ് ആസ് പെർ പ്രോട്ടോകോൾസ്. അതായത് അവിടെ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. അതായത് ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടാമിനേറ്റഡ് ആവുന്ന അല്ലെങ്കിൽ മലിനമാവുന്ന സർഫസുകൾ അല്ലെങ്കിൽ പ്രതലങ്ങളൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്യുകയും സാനിറ്റൈസ് ചെയ്യുകയും വേണം. രണ്ടാമത്തത് റീഇൻസ്റ്റേറ്റ് ഷാർപ്പ് കണ്ടെയ്നേഴ്സ് വെൻ 3/4 ഫുൾ. ഇപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലില് ഇപ്പൊ ഒരു നഴ്സിംഗ് സ്റ്റേഷനിലാണെങ്കിൽ അവരുടെ മൂർച്ചയുള്ളതായിട്ട് ഇപ്പൊ നീഡിൽസ്, സിറിഞ്ച് മുതലായിട്ടുള്ള കാര്യങ്ങൾ ഇടാൻ വേണ്ടിയിട്ടുള്ള കണ്ടെയ്നേഴ്സ് വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ വിവിധ ഇടങ്ങളിലും ഇതുപോലെയുള്ള കണ്ടെയ്നേഴ്സ് വെച്ചിട്ടുണ്ടാവില്ലേ, വേസ്റ്റ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് കണ്ടിട്ടില്ലേ വെച്ചിരിക്കുന്നത്. അതൊക്കെ ഒരു 3/4 ഭാഗം നിറയുമ്പോൾ തന്നെ കൃത്യമായിട്ട് അത് എന്ത് ചെയ്യണം, 3/4 ഫുൾ എന്നാ പറയുന്നത്. 3/4 ഭാഗം നിറയുമ്പോൾ തന്നെ അത് എന്ത് ചെയ്യുക, മാറ്റി ആ വേസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്ത് അവിടെ വേറൊരെണ്ണം പകരം മാറ്റി സ്ഥാപിക്കുക. ഫ്ലോർസ് ആർ ഫ്രീ ഓഫ് ഡെബ്രിസ് ആൻഡ് ട്രിപ്പിംഗ് ഹസാർഡ്സ്. ആ ഫ്ലോർസ് ഹോസ്പിറ്റലിലെ മറ്റിടങ്ങളിലെ എല്ലാ ഫ്ലോറുകളിലും യാതൊരുവിധ മലിനീകരണ അവശിഷ്ടങ്ങളോ വേസ്റ്റുകളോ അല്ലെങ്കിൽ യാതൊരുവിധ ട്രിപ്പിംഗ് ഹസാർഡ്സ് തട്ടി വീണ അപകടങ്ങൾ ഉണ്ടാവുന്ന രീതിയിലുള്ള സാധനങ്ങളോ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തണം. നാലാമത് ഇമ്മീഡിയറ്റ്ലി ക്ലീൻ അപ്പ് സ്പിൽസ് ഓൺ ഫ്ലോർസ് ആൻഡ് ഫർണിച്ചർ. ഇപ്പൊ ഓയിലോ അല്ലെങ്കിൽ വെള്ളമോ ഒക്കെ തുള്ളിയായിട്ട് എവിടെയെങ്കിലും വീണ് കിടപ്പുണ്ടോ അല്ലെങ്കിൽ ഫ്ലോർസിലോ ഫർണിച്ചറിലോ കിടപ്പുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ അത് ക്ലീൻ ചെയ്യുക. കീപ് ആൻ ഐ ഓൺ ദ പേഴ്സണൽ ബിലോങ്ങിങ്സ് ലെഫ്റ്റ് ബൈ പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്. അപ്പൊ അവരുടെ പേഷ്യൻസോ വിസിറ്റേഴ്സോ ഒക്കെ വന്നിട്ട് അവർ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള സാധനങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ ചിലപ്പോൾ അവിടെ ഇട്ടിട്ട് പോയേക്കാം അല്ലെ. ഇപ്പൊ റൂമൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവരെന്തെങ്കിലും സാധനം കൊണ്ടുപോകാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന സന്ദർശകരാണെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും അവരുടെ വിലപ്പെട്ട സാധനങ്ങളോ കാര്യങ്ങളോ ഒക്കെ അവിടെ എന്തെങ്കിലും വെച്ച് മറന്നു പോയിട്ടുണ്ടോ, അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്താ, അവര് പിന്നീട് ചിലപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് നമുക്കത് കൊടുക്കാൻ പറ്റും അല്ലെ. അതല്ല വേസ്റ്റിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പോവുകയല്ലേ ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക. Then coordinate with the cleaning efforts with cafeteria staff and wipe and sanitize table chairs. എന്താണ്, അവരുടെ കഫറ്റീരിയ സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട് അവരുടെ ക്ലീനിങ് എഫേർട്ടിൽ കോർഡിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സഹകരിക്കുക. അങ്ങനെ സഹകരിച്ച് അവരുടെ ചെയറുകളും ടേബിളുകളും ഒക്കെ കൃത്യമായിട്ട് തുടയ്ക്കുകയും സാനിറ്റൈസ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഹൗസ് കീപ്പിംഗ് ഫോർ ഹോസ്പിറ്റലിലെ മറ്റ് ഏരിയാസിലുള്ള ഡെയിലി ഹൗസ് കീപ്പിംഗ് ടാസ്കുകളാണ്. കുറച്ചെണ്ണാണ് പറഞ്ഞത്, അതൊന്നുകൂടി നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത് പറഞ്ഞത് ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടാമിനേറ്റഡ് ആവുന്ന അല്ലെങ്കിൽ മലിനമാവുന്ന ഇടങ്ങൾ അല്ലെങ്കിൽ സർഫസുകളൊക്കെ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുകയും സാനിറ്റൈസ് ചെയ്യുകയും വേണം. രണ്ടാമത് പറഞ്ഞത് ഷാർപ്പ് കണ്ടെയ്നേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇടുന്ന എല്ലാ കണ്ടെയ്നേഴ്സും 3/4 ഭാഗം ഫിൽ ആവുമ്പോൾ തന്നെ അത് മാറ്റി സ്ഥാപിക്കേണ്ടതാണ്. ഫ്ലോർസിൽ എന്തെങ്കിലും മാലിന്യങ്ങളോ അല്ലെങ്കിൽ എന്താണ് തട്ടി വീഴാൻ പറ്റുന്ന രീതിയിലുള്ള അപകടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സാധനങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് അത് ചെക്ക് ചെയ്യുകയും ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. ക്ലീൻ സ്പിൽസ് കാര്യങ്ങൾ എന്തെങ്കിലും ഓയിലോ അല്ലെങ്കിൽ വാട്ടറോ ഒക്കെ വീണ് കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ആ ഒരു ഫർണിച്ചർ അല്ലെങ്കിൽ ഫ്ലോറിന്റെ മുകളിലാണ് വീണിരിക്കുന്നതെങ്കിൽ അത് ഉടനെ തന്നെ അവിടെ ക്ലീൻ ചെയ്യുക.
അവരുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ്, ഇപ്പൊ പേഷ്യൻസിന്റെ ആയിക്കോട്ടെ വിസിറ്റേഴ്സിന്റെ ആയിക്കോട്ടെ പേഴ്സണൽ ആയിട്ടുള്ള ബിലോങ്ങിങ്സ് സാധനങ്ങളൊക്കെ കിടപ്പുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കഫറ്റീരിയ സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട് അവരുടെ ക്ലീനിങ് എഫേർട്ടുകളിൽ ഹൗസ് കീപ്പിംഗ് ജീവനക്കാര് എന്ത് ചെയ്യുക, സഹകരിക്കുകയും അവർക്ക് ടേബിൾ ചെയർ മുതലായവ തുടച്ച് സാനിറ്റൈസ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുക. ക്ലിയർ ആണോ? ആറ് പോയിന്റ്സ് ക്ലിയർ ആണോ? മിസ് അടുത്ത ഭാഗത്തേക്ക് പോവാണ്. 2 പോയിന്റ് കൂടി ഇതിന്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് ചെക്ക് സ്റ്റോറേജ് ഏരിയാസ് ഫോർ ക്ലീനിനെസ് ആൻഡ് സൈൻസ് ഓഫ് ഇൻസെക്ട്സ് ഓർ പ്രൊഡക്ട്സ്. അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ ഒരുപാട് സ്റ്റോറേജ് ഏരിയാസ് ഉണ്ടാവും അല്ലെ, സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്റ്റോർ റൂമുകളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള സ്റ്റോറേജ് ഏരിയ അല്ലെങ്കിൽ സ്റ്റോർ റൂമുകളിലൊക്കെ എന്തെങ്കിലും ഇൻസെക്ട്സ്, ഇപ്പൊ പല്ലിയോ പാറ്റയോ ഇതുപോലെയുള്ള അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇൻസെക്ട്സുകളോ എന്തെങ്കിലും പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ എലിയോ കാര്യങ്ങളോ അങ്ങനെയുള്ള എലിശല്യങ്ങളോ ഒക്കെ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആ ഒരു ഏരിയയൊക്കെ അതിനൊക്കെ ഒഴിവാക്കി ആ ഒരു ഏരിയയൊക്കെ എന്നും ഡെയിലി ചെക്ക് ചെയ്ത് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് നിലനിർത്തുക. എട്ടാമത്തേതായിട്ടുള്ള പോയിന്റ്, അപ്ലൈ ഹൈ സ്ട്രിഞ്ചന്റ് cleaning and sanitizing procedures to avoid the spread of germs and bacteria. വളരെ കർശനമായിട്ടുള്ള ഒരു ക്ലീനിങ് പ്രൊസീജിയേഴ്സ് ആണ് എവിടെ ഉപയോഗിക്കേണ്ടത്. അതിനനുസരിച്ചുള്ള സാനിറ്റൈസിങ് പ്രൊസീജിയേഴ്സുമാണ് ഉപയോഗിക്കേണ്ടത്. അതിലൂടെ തന്നെ അവോയ്ഡ് ദ സ്പ്രെഡ് ഓഫ് ജെംസ് ആൻഡ് ബാക്ടീരിയ, ബാക്ടീരിയയും ജെംസിന്റെ ഒക്കെ ആ ഒരു പകരുന്നതിനെയും ഒരു പരിധി വരെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ലാസ്റ്റത്തെ 2 പോയിന്റിൽ പറയുന്നത് സ്റ്റോറേജ് ഏരിയാസ്, ഹോസ്പിറ്റലിലെ സ്റ്റോറേജ് ഏരിയാസിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻസെക്ട്സ്, പ്രാണികളോ അല്ലെങ്കിൽ റൊഡൻസ്, എലികളോ കാര്യങ്ങളോ ഒക്കെ ശല്യമുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒഴിവാക്കി എല്ലാ ദിവസവും എന്ത് ചെയ്ത ക്ലീൻ ചെയ്ത് വളരെ വൃത്തിയായിട്ടും സാനിറ്റൈസ് ചെയ്തും അത് സൂക്ഷിക്കുക. രണ്ടാമത്തത് പറയുന്നത് വളരെ കർശനമായ രീതിയിൽ തന്നെ ഉയർന്ന നിലവാരത്തിൽ വൃത്തിയാക്കലും അതുപോലെ തന്നെ ശുചീകരണം അണുവിമുക്തമാക്കലും നടത്തേണ്ടതായിട്ടുണ്ട്. അതിലൂടെ ജേംസിന്റെയും ബാക്ടീരിയാസിന്റെയും ഒക്കെ ആ ഒരു സ്പ്രെഡ് അല്ലെങ്കിൽ പകരുന്നതിനെ നല്ല രീതിയിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? 2 പോയിന്റ്സ് ഓക്കെ ആണോ? നെക്സ്റ്റ് നോക്കി, അടുത്തതാണ് പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഐഡിയൽ ഡിസിൻഫെക്ടന്റ്. അടുത്ത ഭാഗമാണ് ഒരു ഐഡിയൽ ഡിസിൻഫെക്ടന്റ് അല്ലെങ്കിൽ ഒരു നല്ല അണുനാശിനിയുടെ നല്ല പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സവിശേഷതകൾ എന്തൊക്കെയാണ് വേണ്ടത്. ഇപ്പൊ നമ്മുടെ വീടുകളിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ, ഡിസിൻഫെക്ടന്റ് യൂസ് ചെയ്യാറില്ലേ, അണുനാശിനികൾ ഉപയോഗിക്കാറില്ലേ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഏറ്റവും നല്ലൊരു ഐഡിയൽ ഡിസിൻഫെക്ടന്റ് അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ഒരു അണുനാശിനിക്ക് വേണ്ടതായിട്ടുള്ള പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സവിശേഷതകളാണ് ഇനി പറയുന്നത്. അപ്പൊ അതിലൊന്നാമത് ഷുഡ് ഹാവ് ആൻ എക്സ്റ്റെൻസീവ് ആന്റി മൈക്രോബിയൽ സ്പെക്ട്രം. മൈക്രോബ്സിനെതിരെ പ്രവർത്തിക്കാനായിട്ടുള്ളൊരു നല്ലൊരു കഴിവ് ആർക്കുണ്ടായിരിക്കണം? ഈ ഒരു ഡിസിൻഫെക്ടന്റിന് ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് ഷുഡ് പ്രൊഡ്യൂസ് എ സ്വിഫ്റ്റ് കിൽ. അതായത് ഈ ഒരു ഇപ്പൊ ഒരു വൈറസിനെ ആണെങ്കിലും ബാക്ടീരിയാസിനെ ആണെങ്കിലും ഒക്കെ അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കളെ പെട്ടെന്ന് കൊല്ലാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം അല്ലെ. നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഉടനെ അതിന് കൊല്ലാനുള്ള ഒരു കഴിവ്, അല്ലാതെ അപ്ലൈ ചെയ്ത് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ചാവാനല്ല ഉദ്ദേശിക്കുന്നത്. അവർ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു സൂക്ഷ്മാണുക്കളെ പെട്ടെന്ന് കൊല്ലാനുള്ള ഒരു കഴിവ് ഈ ഒരു ഡിസിൻഫെക്ടന്റിന് ഉണ്ടായിരിക്കണം. മൂന്നാമത് പറയുന്നത് ഷുഡ് ബി വർക്കിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓർഗാനിക് മാറ്റർ, ദാറ്റ് ഈസ് എക്സാമ്പിൾ ബ്ലഡ്, സ്പൂട്ടം, ഫീസസ് ആൻഡ് compatible with soaps, detergent and other chemicals encountered in use. അതായത് should be working in the presence of, എന്തിനൊക്കെ പ്രസൻസിൽ വർക്ക് ചെയ്യണം എന്ന് പറയുന്നത് the organic matter, രക്തം, കഫം, അതുപോലെ മലം, മൂത്രം മുതലായിട്ടുള്ള ഓർഗാനിക് മാറ്ററിന്റെ പ്രസൻസിലും ഈ ഒരു ഡിസിൻഫെക്ടന്റ് വർക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ കമ്പാറ്റബിൾ വിത്ത് സോപ്പ്, മറ്റ് സോപ്പുകളോ ഡിറ്റർജന്റോ അല്ലെങ്കിൽ മറ്റു കെമിക്കൽസോ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സോപ്സോ ഡിറ്റർജന്റോ മറ്റു കെമിക്കൽസിന്റെ കൂടെയും അഭികാമ്യമായിട്ട് അല്ലെങ്കിൽ അനുയോജ്യപരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നായിരിക്കണം ഈ ഒരു ഡിസിൻഫെക്ടന്റ് എന്ന് പറയുന്നത്. That should not be dangerous to the user or patient. അത് ഉപയോഗിക്കുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ ആ പേഷ്യൻസിനോ യാതൊരുവിധ ഡേഞ്ചറോ വരാൻ പാടില്ല. അപ്പൊ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ, ഡിസിൻഫെക്ടന്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാറുണ്ടോ? ആ യൂസറിന് വരാറുണ്ടോ? അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കാറില്ല അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു നല്ല ഡിസിൻഫെക്ടന്റ് അത് പറയാൻ പറ്റില്ല. അതേസമയം ആ യൂസറിനോ അല്ലെങ്കിൽ അവിടുത്തെ പേഷ്യൻസിനോ യാതൊരുവിധ ഡേഞ്ചറസ് അല്ലെങ്കിൽ അപകടങ്ങളോ ഉണ്ടാവാത്തതിനെയാണ് നമുക്ക് നല്ലൊരു ഡിസിൻഫെക്ടന്റ് ആണെന്ന് പറയാൻ പറ്റും
അല്ലെ? Then should not corrode instruments and metallic surfaces, should not cause the destruction of both rubber, plastics and other materials. ഇനി എന്താ ചില ലിക്വിഡ്സോ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിപ്പോ നമ്മുടെ ഇൻസ്ട്രുമെന്റ്സിലോ അല്ലെങ്കിൽ മെറ്റാലിക് സർഫസ് ലോഹപ്രതലങ്ങളിലോ ഒക്കെ വീഴുമ്പോൾ തുരുമ്പൊക്കെ പിടിക്കാറുണ്ട് ഇല്ലേ? കണ്ടിട്ടുണ്ടോ? ചില ഡിസിൻഫെക്ഷൻ മാത്രം, എല്ലാം അല്ല കേട്ടോ, ചിലവ തുരുമ്പൊക്കെ പിടിക്കും. അല്ലെങ്കിൽ ഇപ്പോ നമ്മുടെ ഡ്രസ്സുകളിൽ വീണാല്, അപ്പൊ ഇപ്പോ ബ്ലീച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡ്രസ്സിൽ വീണാല് ഡ്രസ്സ് എന്ത് ചെയ്യാറുണ്ട്? കളർ മാറുകയോ അല്ലെങ്കിൽ കീറിപ്പോവുകയൊക്കെ ചെയ്യാറില്ലേ? ചെയ്യാറുണ്ടോ? തുണിയിലായിക്കോട്ടെ അല്ലെങ്കിൽ റബ്ബറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോ ആയിക്കോട്ടെ, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മറ്റെന്ത് മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴോ ഈ പറയുന്ന നല്ലൊരു ഡിസിൻഫെക്റ്റന്റ് ആണെങ്കിൽ യാതൊരുവിധ നാശനഷ്ടങ്ങളും ആ ഒരു മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാൻ പാടില്ല അല്ലെ? ബ്ലീച്ചിങ് പൗഡറൊക്കെ ഉപയോഗിക്കുമ്പോൾ വരുന്നതാണ് അല്ലെ? അപ്പൊ നോക്കി, ഈ പറയുന്ന എന്തൊരു ഡിസിൻഫെക്റ്റന്റ് ആണെങ്കിലും ഇപ്പൊ ഒരു ഐഡിയൽ ഡിസിൻഫെക്റ്റന്റ് ആണോ നമ്മൾ പറയുന്നത്, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു അണുനാശിനി, അപ്പൊ അത് ഉപയോഗിക്കുമ്പോ ഈ പറയുന്ന ഉപകരണങ്ങളിൽ വീണാലോ അല്ലെങ്കിൽ ഒരു മെറ്റാലിക് സർഫസ് ലോഹപ്രതലങ്ങളിൽ വീണാലോ അല്ലെങ്കിൽ ഒരു തുണിയുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നാലോ റബ്ബറോ പ്ലാസ്റ്റിക്കോ മറ്റെന്ത് മെറ്റീരിയലുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നാലോ യാതൊരുവിധ അപകടങ്ങളോ അല്ലെങ്കിൽ നാശനഷ്ടങ്ങളോ അതിൽ ഉണ്ടാവാൻ പാടില്ല. Then easy to use with clear label direction. കൃത്യമായിട്ടുള്ള ലേബൽഡ് ഡയറക്ഷനിലൂടെ നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റണം. നമ്മൾ വാങ്ങിക്കുന്ന ഒരു ഡിസിൻഫെക്റ്റന്റിന്റെ ബോട്ടിലിന്റെയോ അല്ലെങ്കിൽ കവറിന്റെയൊക്കെ പുറത്ത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് എഴുതിയിട്ടുണ്ടാവും അല്ലെ? എഴുതിയിട്ടില്ലേ? യൂസ് ചെയ്യേണ്ട ഡയറക്ഷൻസ് എഴുതി കാണും. അപ്പൊ അങ്ങനെയുള്ള കൃത്യമായിട്ട് ആ ഒരു ഡയറക്ഷൻസ്, നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കണം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിന്റെ. അതിനനുസരിച്ച് എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനം കൂടി ആയിരിക്കണം. ഇത്രയും വരെ നമുക്ക് ഒന്നുകൂടി നോക്കാം കേട്ടോ, ഒറ്റയ്ക്ക് പറഞ്ഞു പോകണ്ടല്ലോ. അപ്പൊ അതിൽ ഒന്നാമത്തത് പറഞ്ഞത് ഒരു ആന്റി മൈക്രോബിയൽ സ്പെക്ട്രം, മൈക്രോബ്സിനെതിരെ സൂക്ഷ്മാണുക്കൾക്കെതിരെ എന്താണ് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു വളരെ വിശാലമായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി അല്ലെങ്കിൽ ഒരു കഴിവ് ഈ പറയുന്ന നല്ലൊരു ഡിസിൻഫെക്റ്റന്റ് ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് പറയുന്നത് ഷുഡ് പ്രൊഡ്യൂസ് സ്വിഫ്റ്റ്, ഈ പറയുന്ന സൂക്ഷ്മാണുക്കളെ, ബാക്ടീരിയ വൈറസ് എന്തോ ആയിക്കോട്ടെ, സൂക്ഷ്മാണുക്കളെ പെട്ടെന്ന് നശിപ്പിക്കാൻ അല്ലെങ്കിൽ കൊല്ലാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. മൂന്നാമത് പറയുന്നത് എന്തൊരു ഓർഗാനിക് മാറ്റർ, അതായത് ഇപ്പൊ കഫം, മലം, മുദ്ര അങ്ങനെയുള്ള ഏതൊരു ഓർഗാനിക് മാറ്ററുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ സോപ്പോ ഡിറ്റർജന്റോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മറ്റെന്ത് കെമിക്കൽസിന്റെ കൂടെയും അനുയോജ്യകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നായിരിക്കണം ഈ ഒരു ഡിസിൻഫെക്റ്റന്റ് എന്ന് പറയുന്നത്. നാലാമത് പറയുന്നത് ഒരിക്കലും അത് ഉപയോഗിക്കുന്ന വ്യക്തിക്കോ പേഷ്യൻസിനോ അതുമൂലം ഒരു അപകടങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അഞ്ചാമത്തത് പറയുന്നത് അവരുടെ മെറ്റാലിക് ഉപകരണങ്ങളായിക്കോട്ടെ, ഇൻസ്ട്രുമെന്റ്സ് ആയിക്കോട്ടെ, റബ്ബറോ ക്ലോത്തോ പ്ലാസ്റ്റിക്കോ മറ്റ് മെറ്റീരിയൽസോ മുതലായിട്ടുള്ളവയുമായിട്ട് ഇതൊരു കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് ഈ പറയുന്ന സാധനങ്ങൾക്കൊന്നും ഒരിക്കലും ഒരു നാശങ്ങളോ നഷ്ടങ്ങളോ ഉണ്ടാവാൻ പാടില്ല. ആൻഡ് ഈസി ടു യൂസ് വിത്ത് ക്ലിയർ ലേബിൾ ഡയറക്ഷൻസ്, അതിൽ എഴുതിയിരിക്കുന്ന കൃത്യമായിട്ടുള്ള ലേബിളിന്റെ ഡയറക്ഷൻ അനുസരിച്ച് എളുപ്പത്തിൽ നമുക്കത് ഉപയോഗിക്കാനും സാധിക്കണം. ക്ലിയർ ആണോ? അത്രയും വരെ നോക്കിയാണോ? ഏതെങ്കിലും പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്യണോ മിസ്? ഓക്കെയാണ്. നെക്സ്റ്റ് നോക്കിയേ, should have a congenial odor or no odor to facilitate its routine use. ഇത് നമുക്ക് പതിവായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അതിന്റെ സ്മെൽ എങ്ങനെയായിരിക്കണം? ഒന്നില്ലെങ്കിൽ സ്മെല്ല് ഉണ്ടാവാൻ പാടില്ല അല്ലെ? ഒരു മണവും ഇല്ലാതിരുന്നാലും നമുക്ക് പതിവായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിലോ കൺജീനിയൽ ഓർഡർ ആയിരിക്കണം. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു സുഖകരമായിട്ടുള്ളൊരു മണമായിരിക്കണം അല്ലെ? എന്നാൽ മാത്രമല്ലേ നമുക്കിത് പതിവായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ പതിവായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒന്നില്ലെങ്കിൽ മണം ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ മണം ഉണ്ടെങ്കിൽ തന്നെ അതൊരു നല്ല സുഖകരമായിട്ടുള്ള ഒരു മണമായിരിക്കണം. Then should not be prohibitively high in cost. ഒരിക്കലും എന്താ ഉയർന്ന കോസ്റ്റ് അല്ലെങ്കിൽ ചിലവ് വരുന്ന ഒന്നാവരുത്. Then should be soluble as water. വെള്ളം പോലെ ലയിക്കുന്നവയായിരിക്കണം നല്ലൊരു ഐഡിയൽ ഡിസിൻഫെക്റ്റന്റ് എന്ന് പറയുന്നത്. Should be steady, concentrate and use dilution. എന്താണ് ഇതൊരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഫോമിലായിരിക്കും നമുക്ക് കിട്ടുക അല്ലെ? വാങ്ങിക്കുമ്പോൾ ഒരു ഡിസിൻഫെക്റ്റന്റ് വാങ്ങിക്കുമ്പോൾ അതൊരു കോൺസെൻട്രേറ്റഡ് ഫോമിലല്ലേ കിട്ടുന്നത്. നമ്മൾ അത് എന്തിന്റെ കൂടെയാണ് ഡൈല്യൂട്ട് ചെയ്യുന്നത്? വെള്ളം ഉപയോഗിച്ച് നമ്മൾ അത് നേർപ്പിച്ചല്ലേ ഉപയോഗിക്കുന്നത് അല്ലെ?
ഒരു ബോട്ടിൽ വാങ്ങിക്കുന്നു, ആ ബോട്ടിൽ കോൺസെൻട്രേറ്റഡ് ഫോമിലാണ്, അത് നമ്മൾ വെള്ളത്തിലടിച്ച് ലയിപ്പിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റണം. Then should have good cleaning properties. ഈ ഒരു ഡിസിൻഫെക്ടന്റ് നല്ലൊരു ക്ലീനിങ് പ്രോപ്പർട്ടീസ് ഉള്ളവയായിരിക്കണം. ലാസ്റ്റ് വൺ പറയുന്നത് should not harm the environment or disposal. നമ്മൾ ഇത് ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് അത് പരിസ്ഥിതിക്ക് യാതൊരുവിധ ദോഷങ്ങളും വരാൻ പാടില്ല. അപ്പൊ നോക്കി ഇപ്പൊ എവിടെ തുടങ്ങിയാ പറഞ്ഞത് should have a congenial odor or no odor to facilitate its routine use. പതിവായിട്ട് അത് ഉപയോഗിക്കുന്നതിന് വേണ്ടി എന്താണ് ഓർഡർ മണമോ ഉണ്ടാവുമെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ സുഖകരമായിട്ടുള്ള ഒരു മണമായിരിക്കണം. പ്രൊഹിബിറ്റീവ്ലി ഹൈ ഇൻ കോസ്റ്റ്, ഒരിക്കലും വളരെ ഉയർന്ന ചിലവിലേക്ക് അത് പോവാൻ പാടില്ല. അതുപോലെ തന്നെ വെള്ളത്തിൽ നമുക്ക് ലയിപ്പിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളവയായിരിക്കണം. അതുപോലെ തന്നെ അത് വാങ്ങുമ്പോൾ നമുക്ക് കോൺസെൻട്രേറ്റഡ് ഫോമിലായിരിക്കും, എന്നാൽ അത് ഡൈല്യൂട്ട് ചെയ്ത് ലയിപ്പിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നവയായിരിക്കണം. അതുപോലെ നല്ല ക്ലീനിങ് പ്രോപ്പർട്ടീസ് ഉള്ളവയായിരിക്കണം. ഇത് ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത്, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ ആ ഒരു പേപ്പറോ അല്ലെങ്കിൽ ആ ഒരു ബോട്ടിലോ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് അത് ആ ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് യാതൊരുവിധ ദോഷവും ഉണ്ടാക്കാൻ പാടില്ല. ഇതെല്ലാം ഒരു നല്ല ഡിസിൻഫെക്റ്റന്റിന് വേണ്ട, ഒരു അണുനശിനിക്ക് വേണ്ട നല്ല പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സവിശേഷതകളാണ്. ഇത്രയും സവിശേഷതകൾ ചേരുമ്പോഴാണ് അതൊരു ഐഡിയൽ ഡിസിൻഫെക്റ്റന്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ക്ലിയർ ആണോ അത്? പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഐഡിയൽ ഡിസിൻഫെക്റ്റന്റ്. ഫിഫ്ത് പോയിന്റ് should not corrode instruments ആണ് പോയിന്റ് അല്ലേ ഷാൻജു ചോദിച്ചത്. അതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ്, ഇപ്പൊ എന്തെങ്കിലും ഉപകരണങ്ങളുമായിട്ട് ഇത് കോണ്ടാക്റ്റിൽ വരുമ്പോഴോ, അതായത് ഈ ഒരു ഡിസിൻഫെക്റ്റന്റ് എന്തെങ്കിലും ഉപകരണങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോഴോ, അല്ലെങ്കിൽ എന്തെങ്കിലും ലോഹപ്രതലങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോഴോ, തുണികളുമായിട്ടോ റബ്ബറുമായിട്ടോ പ്ലാസ്റ്റിക്കുമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്ത് മെറ്റീരിയലുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നാൽ പോലും ആ മെറ്റീരിയൽസിന് യാതൊരുവിധ നാശനഷ്ടങ്ങളും ഇത് കോണ്ടാക്റ്റിൽ വരുന്ന വഴി ഉണ്ടാവരുത്. ഇപ്പൊ നമ്മൾ ബ്ലീച്ചിങ് പൗഡർ അല്ലെങ്കിൽ ബ്ലീച്ചൊക്കെ ഉപയോഗിക്കുമ്പോൾ തുണികൾ എന്ത് ചെയ്യാറുണ്ട്, കളർ വ്യത്യാസം വന്ന് പിന്നി അല്ലെങ്കിൽ കീറിയൊക്കെ പോവാറുണ്ട് അല്ലെ, ദ്രവിച്ചു പോവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ ആ സാധനങ്ങൾ ഇതൊക്കെയായിട്ട് കോണ്ടാക്റ്റിൽ വന്നാൽ പോലും ആ ഉപകരണങ്ങൾക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കോ യാതൊരുവിധ നാശനഷ്ടങ്ങളും ഇതിന്റെ കോണ്ടാക്ട് വഴി ഉണ്ടാവാൻ പാടില്ല. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ക്ലിയർ ആണോ അത്? പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഐഡിയൽ ഡിസിൻഫെക്റ്റന്റ് ഓക്കെ ആണോ പോയിന്റ്സ്? അടുത്തതാണ് നമ്മുടെ ഹൗസ് കീപ്പിംഗ് സർവീസുകള് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികളാണ് താഴെ പറയുന്നത്. അപ്പൊ ഹൗസ് കീപ്പിംഗ് സർവീസ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികൾ, അതിൽ ഒന്നാമത്തതാണ് കൺസിഡർ ആസ് ലോ പ്രയോറിറ്റി ആക്ടിവിറ്റി. എന്ന് വെച്ചാൽ എന്താ, ഒരു ഹൗസ് കീപ്പിംഗ് സർവീസിന് നമ്മൾ വലിയ മുൻഗണന കൊടുക്കാറുണ്ടോ? ഉണ്ടോ? മറ്റ് ഹോസ്പിറ്റൽ സർവീസുകളെ പോലെ അത്രയധികം പ്രയോറിറ്റി അല്ലെങ്കിൽ മുൻഗണന കൊടുക്കാറുണ്ടോ? ഇല്ല അല്ലെ. ഒരു കുറഞ്ഞ മുൻഗണനയുള്ള ഒരു പ്രവൃത്തിയായിട്ട് അല്ലെങ്കിൽ പ്രവർത്തനമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ചലഞ്ചസ് ആണ്, ഇവർ ഫേസ് ചെയ്യുന്ന ഒരു വെല്ലുവിളിയാണ്. അവരുടെ ആ ഒരു സർവീസുകൾക്ക് ഒരു കുറഞ്ഞ മുൻഗണന കൊടുക്കുന്ന ഒരു പ്രവർത്തനമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. രണ്ടാമത് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്, സാമ്പത്തികപരമായിട്ടുള്ള പരിമിതികൾ. അപ്പൊ നല്ല രീതിയിൽ ഒരു ഹൗസ് കീപ്പിംഗ് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിന് മതിയായിട്ടുള്ള ഫിനാൻഷ്യൽ പരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള ഫണ്ടോ കാര്യങ്ങളോ ഇല്ലായെങ്കിൽ അത് ഇവര് നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. മൂന്നാമത്തത് മാൻ പവർ ഷോർട്ടേജ്, മതിയായിട്ടുള്ള ജീവനക്കാർ പ്രവർത്തിക്കാനില്ല, മതിയായിട്ടുള്ള ജീവനക്കാരുടെ അഭാവം. അവർ ഹൗസ് കീപ്പിംഗ് സർവീസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ജീവനക്കാർ അല്ലെങ്കിൽ സ്റ്റാഫുകൾ ഇല്ലെങ്കിൽ അതും ഇവര് നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് അല്ലെ, ഒരു ചലഞ്ചാണ്. അൺവില്ലിംഗ് സൂപ്പർവിഷൻ എന്ന് വെച്ചാൽ വിമുഖത, ഒരു സൂപ്പർവിഷൻ, അതായത് ഒരു ഹൗസ് കീപ്പിംഗ് സർവീസ് എന്ന് പറയുമ്പോൾ അധികം പ്രയോറിറ്റി ഒന്നും കൊടുക്കാത്തൊരു സർവീസ് ആയതുകൊണ്ട് തന്നെ അതിന് മേൽനോട്ടം വഹിക്കാനായിട്ട് ആളുകൾക്ക് വലിയ രീതിയിലുള്ള താല്പര്യമോ അല്ലെങ്കിൽ ഒരു മനസ്സോ ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥ ഈ ഒരു ഹൗസ് കീപ്പിംഗ് സർവീസുമായി ബന്ധപ്പെട്ട് അവർ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. അടുത്തതായിട്ട് ലാക്ക് ഓഫ് അവയർനെസ്, അവബോധമില്ലായ്മ. എന്ന് വെച്ചാൽ എങ്ങനെ നമ്മുടെ ഈ ഒരു ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യണം, എങ്ങനെയാണ് ഓരോ ഇടങ്ങളും ക്ലീൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് സാനിറ്റൈസ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് അവർക്ക് സ്റ്റാഫുകൾക്ക് ഒരു അവബോധമില്ലായ്മയും ഇവര് നേരിടേണ്ടതായിട്ടുള്ളൊരു വെല്ലുവിളിയാണ്.
അടുത്തതായിട്ട് കോൺഫ്ലിക്ട്സ് ആൻഡ് ഇന്ററപ്ഷൻസ്. ഈ ഇവിടുത്തെ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്കിടയിൽ എന്തെങ്കിലും തടസ്സങ്ങളോ സംഘർഷങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അതും ഇവര് നേരിടുന്ന ഒരു ചലഞ്ചിൽ ഉൾപ്പെടുന്നതാണ്. ലാസ്റ്റ് വൺ ആണ് തെഫ്റ്റ് ആൻഡ് വേസ്റ്റേജ്. ഈ പറയുന്ന ഡിസിൻഫെക്റ്റങ്ങളോ ഇൻസ്ട്രുമെന്റ്സോ കാര്യങ്ങളോ ഒക്കെ മോഷണം പോകുന്നതോ ഒരുപാട് വേസ്റ്റേജ് അല്ലെങ്കിൽ പാഴാക്കി കളയുന്നതോ ഈ ഒരു ഹൗസ് കീപ്പിംഗ് സർവീസുമായി ബന്ധപ്പെട്ട് വരുന്ന ചലഞ്ചസ് ആണ്. എന്തൊക്കെ കാര്യങ്ങളാണ്? ഫസ്റ്റ് വൺ പറഞ്ഞത് കൺസിഡേർഡ് ആസ് ലോ പ്രയോറിറ്റി ആക്ടിവിറ്റി, ഏറ്റവും ഒരു മുൻഗണന കുറഞ്ഞ ഒരു പ്രവർത്തനമായിട്ടാണ് ഹൗസ് കീപ്പിംഗ് സർവീസുകളെ കണക്കാക്കുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് സാമ്പത്തികപരമായിട്ടുള്ള പരിമിതികൾ, ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്, മതിയായിട്ടുള്ള ഫണ്ട് കാര്യങ്ങള് ഈ പറയുന്ന സർവീസ് ചെയ്യാനായിട്ട് ഇല്ലാതെ വന്നാൽ അത് ഇവര് നേരിടുന്ന ഒരു പ്രശ്നമാണ്. മൂന്നാമത്തത് മാൻ പവർ ഷോർട്ടേജ്, കൃത്യമായിട്ടുള്ള മനുഷ്യന്റെ സ്റ്റാഫുകളുടെ അഭാവം, കൃത്യമായിട്ട് അവിടെ ജോലി ചെയ്യാനായിട്ട് മതിയായ സ്റ്റാഫുകൾ ഇല്ലാതെ വരുമ്പോൾ ഇവര് പ്രോബ്ലംസ് നേരിടേണ്ടതായിട്ട് വരും. then unwilling supervision. ഈ ഒരു ഹൗസ് കീപ്പിംഗ് സർവീസിനെ മേൽനോട്ടം വഹിക്കാനായിട്ട് ഒരു മനസ്സിലായ്മ അല്ലെങ്കിൽ ഒരു വിമുഖത കാണിക്കുക ആളുകള്. അത് ഇവര് നേരിടുന്ന ഒരു ഫീൽഡിലൂടെയാണ്. കാരണം നല്ല രീതിയിലുള്ള സൂപ്പർവിഷൻ നടത്തിയാൽ മാത്രമേ നല്ല രീതിയിൽ അവിടെ പ്രവർത്തനങ്ങൾ നടത്തുള്ളൂ. അപ്പൊ അതിന് വിമുഖരായിട്ടിരിക്കുകയാണ് ആളുകൾക്ക് താല്പര്യമില്ലായ്മ. അത് വളരെയധികം ഇവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു അവബോധം ഇല്ല. അവിടുത്തെ ജീവനക്കാർക്ക് പ്രോപ്പർ ആയിട്ട് എങ്ങനെ ക്ലീൻ ചെയ്യണം, എങ്ങനെ സാനിറ്റൈസ് ചെയ്യണം, അത് എന്തൊക്കെ രീതിയിലൂടെ ചെയ്യണം, അങ്ങനെയുള്ളതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള അവബോധമില്ലായ്മയും ഇതിൽ നേരിടുന്ന ഒരു പ്രോബ്ലമായിട്ട് വളർത്താം. അതുപോലെ അവിടുത്തെ ജീവനക്കാരുടെ ഇടയിൽ എന്തെങ്കിലും തർക്കങ്ങളോ സംഘർഷങ്ങളോ തടസ്സങ്ങളോ ഒക്കെ നേരിട്ടാൽ അതും ഇവര് ഫേസ് ചെയ്യുന്നതായിട്ട് വരും. തെഫ്റ്റ് ആൻഡ് വേസ്റ്റേജ്, എന്തെങ്കിലും മോഷണങ്ങൾ നടന്നാലോ അല്ലെങ്കിൽ പാഴാക്കലുകൾ കൂടുതൽ നടന്നാലോ ഇതെല്ലാം ആ ഒരു ഹൗസ് കീപ്പിംഗ് സർവീസ് അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നേരിടുന്ന ചലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികളാണ്. വേഗം ഒന്ന് നോക്കിയേ, ക്ലിയർ ആണെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, ഇപ്പൊ നമ്മുടെ നെക്സ്റ്റ് ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ഭാഗമാണ് ഹൗസ് കീപ്പിംഗ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ. ഒരു ഹൗസ് കീപ്പിംഗ് മാനേജറിന് വേണ്ട റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് നോക്കിയേ. മോണിറ്റർ ഓൾ ദ ഡെയിലി ഓപ്പറേഷൻസ് ഓഫ് ദ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെയ്നിങ് ദ ക്ലീനിനെസ് ഓഫ് ഓൾ റൂംസ് ആൻഡ് പബ്ലിക് ഏരിയാസ് എവരി ഡേ. ഇപ്പൊ ഒരു ഹൗസ് കീപ്പിംഗ് മാനേജർ എന്തൊക്കെ കാര്യങ്ങളിലാണ് റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് അവരുടെ ഉത്തരവാദിത്തം കാണിക്കേണ്ടത്? അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് മോണിറ്റർ ഓൾ ദ ഡെയിലി ഓപ്പറേഷൻസ് ഓഫ് ദ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ദിവസേനയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും കൃത്യമായിട്ട് നിരീക്ഷിക്കുക. And containing the cleanliness of all rooms and public areas every day. എല്ലാ ദിവസവും എല്ലാ റൂമുകളും പേഷ്യൻസുമായി ബന്ധപ്പെട്ട എല്ലാ റൂമുകളായിക്കോട്ടെ പബ്ലിക് ഏരിയാസ് ആയിക്കോട്ടെ മുതലായവയെല്ലാം കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ടോ എന്ന് കൂടി ഉറപ്പുവരുത്തണം. രണ്ടാമത്തത് ലീഡ് hire and train housekeeping staff to stick to high standards of cleanliness and customer contentment. എന്ന് വെച്ചാൽ എന്താ, അവിടെ കസ്റ്റമേഴ്സിന്റെ അവിടുത്തെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളെ എന്ത് ചെയ്യണം? സ്റ്റിക്ക് ടു ഹൈ സ്റ്റാൻഡേർഡ്സ് ഓഫ് ക്ലീൻലിനെസ്, ഉയർന്ന നിലവാരത്തിലുള്ള ഒരു ക്ലീൻലിനെസ് കൊണ്ടുവരാൻ. അതുപോലെ കസ്റ്റമേഴ്സിന്റെ കണ്ടെയ്ൻമെന്റ്, കസ്റ്റമേഴ്സിനെ സംതൃപ്തിപ്പെടുത്തുന്നതിന് ആവശ്യമായ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അവിടുത്തെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾക്ക് കൊടുക്കുക, അവരെ കൃത്യമായിട്ട് നയിക്കുക, അതിനാവശ്യമായ ജീവനക്കാരെ നിയമിക്കുക, അവർക്ക് ആവശ്യമായ പരിശീലനങ്ങളും നൽകുക. മൂന്നാമതായിട്ട് സൂപ്പർവൈസ് ദ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് budget, take inventory and make sure that of adequate cleaning supplies. ഒരു ഹൗസ്കീപ്പിംഗ് മാനേജർ ഹൗസ്കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റുകൾ തയ്യാറാക്കാൻ സഹായിക്കണം. ടേക്ക് ഇൻവെന്ററി, അല്ലെങ്കിൽ വിവര പട്ടികകൾ തയ്യാറാക്കാൻ സഹായിക്കണം. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ഓഫ് ആഡിക്വേറ്റ്, മതിയായിട്ടുള്ള ക്ലീനിങ് സാധനങ്ങൾ അവിടെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. നാലാമതായിട്ട് പറയുന്നത് ഡോക്യുമെന്റ് ഏരിയാസ് ക്ലീൻഡ് ബൈ ഹൗസ്കീപ്പിംഗ് അറ്റൻഡൻസ്
and report any problems such as room damage or maintenance request to the front office. ഇവിടെ എന്താണ് ഡോക്യുമെന്റ് ഏത് ഹൗസ് കീപ്പിംഗ് അറ്റൻഡൻസ് ക്ലീൻ ചെയ്യുന്ന ഓരോ റൂമുകളും ഏരിയാസും കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്ത് വെക്കുക. ഇനി എന്തെങ്കിലും ആ റൂമുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡാമേജുകൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഒക്കെ ആവശ്യമായി വരികയാണെങ്കിൽ ഫ്രണ്ട് ഓഫീസിനോട് അഭ്യർത്ഥിക്കുക. ഇത്രയും പോയിന്റ്സ് ഒന്നുകൂടി നോക്കിയിട്ട് നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? മോണിറ്റർ ഓൾ ദ ഡെയിലി ഓപ്പറേഷൻസ് ഓഫ് ദ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ദിവസേനയുള്ള എല്ലാ പ്രവർത്തനങ്ങളും മോണിറ്റർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിരീക്ഷിക്കേണ്ടത് ഒരു ഹൗസ് കീപ്പിംഗ് മാനേജർ ആണ്. ആ ഹൗസ് കീപ്പിംഗ് മാനേജർ എല്ലാ പബ്ലിക് ഏരിയാസും അതുപോലെ തന്നെ എല്ലാ റൂമുകളും എല്ലാ ദിവസവും വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും വേണം. ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? ഇനി പറയണോ അത്? ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? ഓരോ പോയിന്റ് നമുക്ക് ചോദിച്ചു പോരാം, അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ക്ലിയർ ആണോ അത്? ഓക്കെ. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ലീഡ് ഹയർ ആൻഡ് ട്രെയിൻ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് to stick to high standards of cleanliness and customer contentment. എന്ന് വെച്ചാൽ എന്താ? ഇവിടെ ആ ഒരു പേഷ്യൻസിന്റെ ഇപ്പൊ വരുന്ന കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ സംതൃപ്തിക്ക് വേണ്ടി അതുപോലെ തന്നെ ഉയർന്ന ഗുണനിലവാരമുള്ള ഒരു വൃത്തി കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവിടെയുള്ള ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളെ ആവശ്യമായി വന്നാൽ നിയമിക്കാം. അതുപോലെ തന്നെ ഉള്ള ആളുകൾക്ക് കൃത്യമായ ലീഡ് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി അവരെ നയിക്കുകയും അവർക്ക് ആവശ്യമായ പരിശീലനങ്ങൾ നൽകേണ്ടതും ഒരു ഹൗസ് കീപ്പിംഗ് മാനേജർ ആണ്. അവിടുത്തെ ജീവനക്കാർക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും പരിശീലനങ്ങളും കൊടുക്കേണ്ടതും അതിലൂടെ ഉയർന്ന നിലവാരമുള്ള ഒരു വൃത്തിയും അതുപോലെ കസ്റ്റമേഴ്സിന്റെ സംതൃപ്തിയും ഉറപ്പുവരുത്തേണ്ടത് ഈ ഹൗസ് കീപ്പിംഗ് മാനേജർ ആണ്. ക്ലിയർ ആണോ? രണ്ടാമത്തെ പോയിന്റ് ഓക്കെ ആണോ? മൂന്നാമത്തത് സൂപ്പർവൈസ് ദ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ബഡ്ജറ്റ്, take inventory and make sure that of adequate cleaning supplies. ഇനി എന്താണ്? ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റുകൾ തയ്യാറാക്കുമ്പോ ഇൻവെന്ററീസിന്റെ ലിസ്റ്റുകൾ അല്ലെങ്കിൽ വിവരപ്പട്ടികകൾ തയ്യാറാക്കുമ്പോ അല്ലെങ്കിൽ ക്ലീനിങ് സാധനങ്ങൾ മതിയായ രീതിയിൽ അവിടെ ഉണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തേണ്ടത് ആരാണ് ചെയ്യേണ്ടത്? ഒരു ഹൗസ് കീപ്പിംഗ് മാനേജർ ആണ്. ഒരു ഹൗസ് കീപ്പിംഗ് മാനേജർ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റുകൾ തയ്യാറാക്കുമ്പോഴും അവിടുത്തെ വിവരപ്പട്ടികകൾ തയ്യാറാക്കുമ്പോഴും ആ ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിനെ സൂപ്പർവൈസ് ചെയ്ത് മേൽനോട്ടം വഹിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മതിയായ ക്ലീനിങ് സപ്ലൈസ് അല്ലെങ്കിൽ സാധനങ്ങൾ അവിടെ ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് ഒരു ഹൗസ് കീപ്പിംഗ് മാനേജർ ആണ്. ക്ലിയർ ആണോ? തേർഡ് പോയിന്റ്. ഓക്കെ. Then fourth point il parayunnathu document areas cleaned by housekeeping attendants and report any problems such as room damage or maintenance request to the front office. Ini endha avade housekeeping അറ്റൻഡേഴ്സ് ക്ലീൻ ചെയ്യുന്ന ഓരോ ഏരിയാസും ഡോക്യുമെന്റ് ചെയ്യുക അല്ലെങ്കിൽ രേഖപ്പെടുത്തി വെക്കുകയും ആ റൂമുകളിലൊക്കെ എന്തെങ്കിലും ഡാമേജുകളോ അല്ലെങ്കിൽ മെയിൻ്റനൻസോ കാര്യങ്ങളോ ആവശ്യമായി വരുന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ ഫ്രണ്ട് ഓഫീസിനോട് അതിനുള്ള അഭ്യർത്ഥനകൾ നടത്തുക. ക്ലിയർ ആണ്? അപ്പൊ ഒരു ഹൗസ് കീപ്പിംഗ് മാനേജർ ആണ് അത് ചെയ്യേണ്ടത്. ആ റൂമുകൾ ഏതൊക്കെ സ്റ്റാഫുകൾ ഏതൊക്കെ റൂമുകൾ ക്ലീൻ ചെയ്തു എന്ന് റെക്കോർഡ് ചെയ്ത് വെക്കണം. ഇനി ഈ പറയുന്ന റൂമുകളിൽ ഏതിലെങ്കിലും ഡാമേജുകളോ മെയിൻ്റനൻസോ ആവശ്യമായി വന്നാൽ അത് ഇന്ന റൂമാണ്, ഇന്ന റൂമിൽ ഇന്ന ഡാമേജ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് ആവശ്യമാണ് എന്ന് ഫ്രണ്ട് ഓഫീസിലേക്ക് റിക്വസ്റ്റ് വിടേണ്ടതും ഒരു ഹൗസ് കീപ്പിംഗ് മാനേജർ ആണ്. ക്ലിയർ ആണോ? ഫോർത്ത് പോയിന്റ്. ഓക്കെ. Then fifth point il parayunnathu make sure that all cleaning equipment is proper working condition and make arrangement for repair as needed. ഇനി എന്താണ്? എല്ലാ ക്ലീനിങ് എക്യുപ്മെന്റ്സുകളും ഉപകരണങ്ങളും ശരിയായ വർക്കിംഗ് കണ്ടീഷനിലാണ് നിൽക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. ആവശ്യമായി വന്നാൽ അവിടെ റിപ്പയറിനുള്ള അറേഞ്ച്മെന്റുകളും ചെയ്തു കൊടുക്കുക. ഒരു ഹൗസ് കീപ്പിംഗ് മാനേജറുടെ അടുത്ത ജോലിയാണ് എല്ലാ ക്ലീനിങ് എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഉപകരണങ്ങളും ശരിയായ രീതിയിലുള്ള വർക്കിംഗ് കണ്ടീഷനിലാണ് എന്നുറപ്പ് വരുത്തണം. ആവശ്യമായി വന്നാൽ റിപ്പയറിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റുകളും ചെയ്തു കൊടുക്കണം. ഓക്കെ ആണോ? ഫിഫ്ത് പോയിന്റ് ക്ലിയർ ആണോ? ഓ
Sixth point നോക്കിയേ, recommend service improvement to the management. മാനേജ്മെന്റിനോട് അവരുടെ സർവീസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മെച്ചപ്പെടുത്തൽ നടത്തണമെങ്കിൽ അതിനുള്ള റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ എന്താണ് ശുപാർശകൾ ചെയ്യുക. റെക്കമെൻഡ് സർവീസ് ഇംപ്രൂവ്മെന്റ് ടു ദ മാനേജ്മെന്റ്. മാനേജ്മെന്റിനോട് സർവീസുകളിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് അല്ലെങ്കിൽ മെച്ചപ്പെടുത്തൽ നടത്തണമെങ്കിൽ അതിനുള്ള ശുപാർശകൾ നൽകുക. Then make sure that compliance with safety and sanitation protocols. എന്താണ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ സാനിറ്റേഷനുമായി ബന്ധപ്പെട്ടും കൃത്യമായ പോളിസികൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അപ്പൊ 2 പോയിന്റ് എന്താ പറഞ്ഞത്? ഒന്നാമത് അവിടുത്തെ സർവീസുകളുടെ മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ ശുപാർശകൾ മാനേജ്മെന്റിന് അയക്കേണ്ടത് ഈ ഒരു ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് മാനേജർ ആണ്. രണ്ടാമത് പറഞ്ഞത് കൃത്യമായിട്ട് സേഫ്റ്റിയും സെക്യൂരിറ്റി അല്ലെങ്കിൽ സാനിറ്റേഷനുമായി ബന്ധപ്പെട്ട പോളിസികൾ, സുരക്ഷയും അതുപോലെ ശുചീകരണവുമായി ബന്ധപ്പെട്ട പോളിസികൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. ക്ലിയർ ആണോ ആ 2 പോയിന്റ്സും? ഓക്കെ. Then last 2 points, establish standards and procedure for work. അവിടെ വർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ജോലി ചെയ്യാൻ ആവശ്യമായ സ്റ്റാൻഡേർഡ്സ്, മാനദണ്ഡങ്ങളും നടപടിക്രമങ്ങളും സ്ഥാപിക്കുക. ക്രിയേറ്റ് സ്റ്റാഫിംഗ് ഷെഡ്യൂൾസ്. ഓരോ സ്റ്റാഫുകളും എപ്പോഴാണ് വർക്ക് ചെയ്യേണ്ടത്, ഏതൊക്കെ ഷെഡ്യൂൾ ടൈമിലാണ് വർക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെ ജോലികളാണ് ചെയ്യേണ്ടത് എന്നതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള സ്റ്റാഫിംഗ് ഷെഡ്യൂളുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടതും ഒരു ഹൗസ് കീപ്പിംഗ് മാനേജറാണ്. ഒരു ഹൗസ് കീപ്പിംഗ് മാനേജർ ആ ഓരോരുത്തരും ജോലി ചെയ്യേണ്ടത് അവരുടെ വർക്കുമായി ബന്ധപ്പെട്ട കൃത്യമായ സ്റ്റാൻഡേർഡ്സ്, പ്രൊസീജിയേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും സ്ഥാപിക്കുകയും അവർക്ക് ഓരോരുത്തർക്കും കൃത്യമായ സ്റ്റാഫ് ഷെഡ്യൂളുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ജോലികൾ ഓരോരുത്തർക്കും കൃത്യമായ സമയവും ജോലിയും അസൈൻ ചെയ്ത് കൊടുക്കേണ്ടതും ഒരു ഹൗസ് കീപ്പിംഗ് മാനേജറാണ്. ക്ലിയർ ആണോ? ലാസ്റ്റ് 2 പോയിന്റ്സ് വേഗം ഒന്ന് വായിച്ചു നോക്കി. ഹൗസ് കീപ്പിംഗ് മാനേജർ റെസ്പോൺസിബിലിറ്റീസ് വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഹൗസ് കീപ്പിംഗ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ഓക്കെ ആണെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്തേ. അങ്ങനെയാണെങ്കിൽ മിസ് നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണ്, ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നിങ്ങൾക്ക് 3rd മോഡ്യൂളില് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൂടിയല്ലേ കംപ്ലീറ്റ് ആവാനുള്ളൂ ഇനി, അല്ലേ? ഓ, അപ്പൊ നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് കേട്ടോ. ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാല്? ഒരു ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? നമ്മൾ ഫേസ് ചെയ്യുന്ന ദുരന്തങ്ങളാണ് അല്ലെ? ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാറില്ലേ? ഉണ്ട്. അപ്പൊ അത് ദുരന്തങ്ങളാണ്. അപ്പൊ അതിന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു ഹോസ്പിറ്റലില് ഇങ്ങനെയുള്ള ഡിസാസ്റ്ററിന്റെ മാനേജ്മെന്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതില് ഡിസാസ്റ്റേഴ്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഓരോ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട ഡെഫിനിഷൻസും ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കുറച്ചധികം ഇപ്പൊ ആദ്യത്തെ ഭാഗത്ത് വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ആ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം ആദ്യം നോക്കാം.
disasters have been in existence ever since the history of mankind and have molded the destiny of the earth and its people. അതായത് ഡിസാസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യരാശിയുടെ ചരിത്രം മുതൽ ഡിസാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ദുരന്തങ്ങൾ നിലവിലുണ്ട്. ആൻഡ് ഹാവ് മോൾഡഡ് ദ ഡെസ്റ്റിനി ഓഫ് ദ എർത്ത് ആൻഡ് ഇറ്റ്സ് പീപ്പിൾ. അത് നമ്മുടെ ഭൂമിയുടെയും അതിലെ ജനങ്ങളുടെയും വിധിയെയും എന്ത് ചെയ്യുന്നുണ്ട്, രൂപപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യരാശിയുടെ ചരിത്രം മുതൽ തന്നെ നിലവിലുള്ള ഒന്നാണ് ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. അതിലൂടെ അവ നമ്മുടെ ഭൂമിയുടെയും അതിലുള്ള മനുഷ്യരുടെയും അല്ലെങ്കിൽ ജനങ്ങളുടെയും വിധിയെയും രൂപപ്പെടുത്തിയിട്ടുണ്ട്. Then the disaster event affects every community and no community is free from it. ഈ ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ ദുരന്തങ്ങൾ എന്ന് പറയുന്നത് എല്ലാ കമ്മ്യൂണിറ്റിയിലും എല്ലാ സമൂഹത്തെയും ബാധിക്കുന്നതാണ്. ഒരു സമൂഹം പോലും അതിൽ നിന്നും എന്ത് ചെയ്യുന്നില്ല, മുക്തരല്ല. ആൻഡ് ദ ഡിസാസ്റ്റർ മേ ബി ദ സെക്കൻഡ് മേജർ ഹ്യൂമൻ പ്രോബ്ലം ആഫ്റ്റർ വാർ ഇൻ റെസ്പെക്ട് ഓഫ് മോണിറ്ററി ഡാമേജ് ആൻഡ് ദ നമ്പർ ഓഫ് പീപ്പിൾ കിൽഡ് ഓർ അഫക്റ്റഡ്. അപ്പോൾ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് വേൾഡ് വാർ ആയിരുന്നു ഏറ്റവും വലിയൊരു ദുരന്തം അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ പ്രോബ്ലം എന്ന് പറയുന്നത്. എന്നാൽ വാറിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ വാറിന് ശേഷം മറ്റൊരു രണ്ടാമത്തെ ഏറ്റവും വലിയ മനുഷ്യരുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ഡിസാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു രണ്ടാമത്തെ വലിയൊരു ദുരന്തമാണ് രണ്ടാമത്തെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്? ഒരു ദുരന്തം സംഭവിച്ച എന്തൊക്കെ കാര്യങ്ങളാ വരാ, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, എന്തൊക്കെ പ്രശ്നങ്ങൾ പ്രോബ്ലംസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നേ? എന്താണ് ആ ഒരു ദുരന്തം വഴി നമുക്ക് ഉണ്ടാവുന്നത്? എന്താണ് മരണം സംഭവിക്കാം അല്ലെ? ഒത്തിരി പേര് മരണം സംഭവിക്കാം, മരിച്ചു പോകാം, അല്ലെങ്കിൽ ഒത്തിരി പേര് ലോസ്, ഒത്തിരി നാശനഷ്ടങ്ങൾ സംഭവിക്കാം അല്ലെ? അത് ധനപരമായിട്ടും അല്ലാത്ത രീതിയിലുമുള്ള ഒത്തിരി നാശനഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കാം. ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട് അല്ലെ? അതുപോലെ തന്നെ ഒത്തിരി ഡാമേജുകൾ പല ഏരിയാസിലും ഉണ്ടാവുന്നുണ്ട്. പല ആളുകളെയും അത് ദോഷകരമായിട്ട് ഒത്തിരി ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഒരു വാറിന് ശേഷം ഉള്ള ഒരു രണ്ടാമത്തെ മേജർ ഹ്യൂമൻ പ്രോബ്ലം ആയിട്ട് മാറുന്നത്. എന്തുകൊണ്ടാണ്? ഇൻ റെസ്പെക്ട് ഓഫ് മോണിറ്ററി ഡാമേജ് ആൻഡ് ദ നമ്പർ ഓഫ് പീപ്പിൾ. സാമ്പത്തികപരമായിട്ട് അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള കാര്യങ്ങള്, ധനപരമായിട്ടുള്ള നാശനഷ്ടങ്ങളുണ്ട്. അത് കൂടാതെ ഒത്തിരി ആളുകൾ അതിലൂടെ മരണപ്പെടുകയോ അല്ലെങ്കിൽ ഒത്തിരി ആളുകളെ അത് ബാധിക്കുകയോ ചെയ്യുന്നത് കൊണ്ടാണ് അത് രണ്ടാമത്തെ ഒരു ഹ്യൂമൻ പ്രോബ്ലം ആയിട്ട് മാറിയത്. Then millions of people fall victims annually by natural disasters and resulting in a number of death, suffering and economic losses. അതായത് ഒത്തിരി ദശലക്ഷക്കണക്കിനോളം ആളുകള് ഈ ഒരു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിന്റെ പ്രകൃതിദത്തമായിട്ടുള്ള ഇങ്ങനെയുള്ള ദുരന്തങ്ങളുടെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വിക്ടിംസ് അല്ലെങ്കിൽ ഇരകളായി മാറുന്നുണ്ട്. അതിലൂടെ ഒത്തിരി ആളുകള് മരണം സംഭവിക്കുന്നുണ്ട്. ആൻഡ് സഫറിങ് ആൻഡ് എക്കണോമിക് ലോസ്, ഒത്തിരി സാമ്പത്തികപരമായിട്ടുള്ള നാശനഷ്ടങ്ങൾ അവർക്ക് വരുന്നുണ്ട്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മൾ അതിലൂടെ അനുഭവിക്കുന്നുണ്ട് അല്ലെ? നമ്മൾ കണ്ടതാണ് ഒത്തിരി ദുരന്തങ്ങൾ അല്ലെ? റീസെന്റ് ആയിട്ട് നമ്മൾ വയനാട് ദുരന്തം അല്ലെ കണ്ടതല്ലേ? നിങ്ങള് എല്ലാവരും പേപ്പറിലൂടെയും ന്യൂസുകളിലൂടെയും അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിഞ്ഞു കാണാം അല്ലെ? എത്രയോ പേരാണ് അല്ലെ? ഒരു ഏരിയ തന്നെ നഷ്ടം സംഭവിച്ചിരിക്കുന്ന ഒരു ഏരിയയാണ് അല്ലെ? എത്ര പേരാണ് അതിൽ മരണപ്പെട്ടത്? അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സഫർ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അല്ലെ? അതുപോലെ ഒരുപാട് പേര് സാമ്പത്തികപരമായിട്ട് അവർ ജീവിതകാലം മുഴുവൻ നിന്ന് സമ്പാദിച്ച ഒത്തിരി അവരുടെ ആ ഒരു സമ്പാദ്യം മുഴുവനും നഷ്ടപ്പെട്ട ഒരവസ്ഥ വരെ വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് വഴി ഒത്തിരി പേര് അതിൽ അങ്ങനെയുള്ള മില്യൺസ് ഓഫ് പീപ്പിൾസ് ദുരിതം അനുഭവിക്കുന്നുണ്ട് ഓരോ വർഷം. And the poorest countries are mostly affected by disasters economically and socially. അപ്പൊ ഈ ഒരു ഡിസാസ്റ്റർ വന്നാൽ അല്ലെങ്കിൽ ദുരന്തം വന്നു കഴിഞ്ഞാൽ അത് കൂടുതലും ബാധിക്കുന്നത് ദരിദ്ര രാജ്യങ്ങളെയാണ്. സാമ്പത്തികപരമായിട്ടും സാമൂഹ്യപരമായിട്ടും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പൂവർ കൺട്രീസ് അല്ലെങ്കിൽ ദരിദ്ര രാജ്യങ്ങളെയാണ്. അത്രയും വരെയും നമുക്ക് നോക്കാം. അടുത്തതൊരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്താണെന്നുള്ളത് പറയാം. ഒന്നുകൂടി നോക്കിയേ. ഡിസാസ്റ്റർ എന്ന് പറയുന്നത് മനുഷ്യരാശിയുടെ ചരിത്രം മുതൽ നിലവിലുള്ള ഒന്നാണ്. എന്തെന്ന് പറയുന്നത്? ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഭൂമിയുടെയും അതിലുള്ള ജനങ്ങളുടെയും ആ വിധിയെ രൂപപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ നിർണ്ണയിക്കുന്നുണ്ട്. ഇനി ഡിസാസ്റ്റർ എന്ന് പറയുന്നത് എല്ലാ സമൂഹവും എല്ലാ കമ്മ്യൂണിറ്റിയും ഡിസാസ്റ്റർ ദുരന്തത്തിൽ ഉൾപ്പെടും അല്ലെ? എല്ലാ സമൂഹത്തെയും അത് ബാധിക്കുന്നുണ്ട്. ഒരു സമൂഹത്തിനെ ഒറ്റ
ഒരു സമൂഹത്തിന് പോലും അതിൽ നിന്ന്, ഒരു കമ്മ്യൂണിറ്റിക്ക് പോലും അതിൽ നിന്നൊരു മുക്തമായിട്ട് നിൽക്കാനായിട്ട് സാധിക്കില്ല. ഈ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് വാറിന് ശേഷം, ഒരു വലിയ വാറിന് ശേഷം ഉള്ള ഒരു രണ്ടാമത്തെ ഒരു ഹ്യൂമൻ പ്രോബ്ലം ആണ് ഡിസാസ്റ്റർ അല്ലെങ്കിൽ ദുരന്തം എന്ന് പറയുന്നത്. കാരണം അവിടെ ഒത്തിരി ധനപരമായിട്ടുള്ളതും സാമൂഹ്യപരമായിട്ടുള്ള ഒത്തിരി ഡാമേജുകൾ സംഭവിക്കുന്നുണ്ട്, നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്, ഒത്തിരി ആളുകൾ മരണപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി ആളുകളെ അത് ബാധിക്കുന്നത് കൊണ്ടാണ് ആ ഒരു വാറിന് ശേഷമുള്ള രണ്ടാമത്തെ ഹ്യൂമൻ പ്രോബ്ലം ആയിട്ട് അത് മാറിയിരിക്കുന്നത്. അതുപോലെ ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ആളുകൾ ഇതിന് ഈ പറയുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സിന് ഇരയായി മാറുന്നു. അതിലൂടെ മോസ്റ്റ് ആയിട്ട് ഒരുപാട് പേര് മരണപ്പെടുന്നു, ഒരുപാട് പേര് അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു, ഒരുപാട് പേർക്ക് സാമ്പത്തികപരമായിട്ടുള്ള നാശനഷ്ടങ്ങളും വർഷങ്ങളിൽ, ഓരോ വർഷത്തിലും ഒത്തിരി പേർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് the poorest countries are mostly affected by disasters economically and socially. സാമൂഹ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഈ ഒരു ഡിസാസ്റ്റർ വഴി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പൂവറസ്റ്റ് കൺട്രീസ് അല്ലെങ്കിൽ എന്താണ് ദരിദ്ര രാജ്യങ്ങളെയാണ് ഈ ഡിസാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. നെക്സ്റ്റ് പറയുന്നത് എന്താണ് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ can be defined as the organization and management of resources and responsibilities for dealing with all humanitarian aspects of emergencies, in particular preparedness, response and recovery in order to reduce the after effects of disaster. നോക്കി, ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇതൊരു can be defined as an organization and management of resources and responsibilities. അതായത് ഒരു എമർജൻസി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു അടിയന്തര സാഹചര്യത്തില് ഒരു ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്ട്സ് അല്ലെങ്കിൽ ഒരു അടിയന്തര സാഹചര്യത്തില് എല്ലാ മാനുഷിക വിഭവങ്ങളുടെയും കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഒരു അടിയന്തര സാഹചര്യങ്ങളുടെ എല്ലാ മാനുഷികമായിട്ടുള്ള വശങ്ങളും കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വിഭവങ്ങളുടെയും റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളുടെയും ഒരു ഓർഗനൈസേഷൻ, ക്രമീകരണവും മാനേജ്മെന്റുമാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പ്രത്യേകമായിട്ട് പ്രത്യേകിച്ച് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് അല്ലെ. റെഡ്യൂസ് ദ ആഫ്റ്റർ എഫക്ട്സ്, അതായത് ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട ആ ഒരു ആഫ്റ്റർ എഫക്ട്സിനെ കുറയ്ക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു അനന്തരഫലങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിപ്പയർനെസ്, തയ്യാറെടുപ്പുകൾ നടത്താനുണ്ട്, അതിനെതിരെ റെസ്പോൺസ്, പ്രതികരണങ്ങൾ നടത്താനുണ്ട്, അതുപോലെ റിക്കവറി, അതിൽ നിന്നുള്ള ആളുകളെ വീണ്ടെടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ള അടിയന്തരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ എല്ലാ മാനുഷിക വശങ്ങൾക്കും ആവശ്യമായിട്ടുള്ള കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള റിസോഴ്സുകൾ, വിഭവങ്ങളുടെയും റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളുടെയും ഒരു ക്രമീകരണവും മാനേജ്മെന്റുമാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇത്രയും ഷോർട്ടാക്കി മനസ്സിലാക്കാൻ വേണ്ടത്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒരു അടിയന്തര സാഹചര്യം വന്നു, ഒരു ഡിസാസ്റ്റർ വന്നു, ഒരു അടിയന്തര സാഹചര്യം വന്നാൽ അവിടെ നമുക്ക് ആ ഒരു സാഹചര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം അല്ലെ, ആ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടുള്ള മാനുഷികമായിട്ടുള്ള എല്ലാ വശങ്ങളും, അതായത് അതിനുവേണ്ടി നമുക്ക് തയ്യാറെടുപ്പ് നടത്തണം, അതിനുവേണ്ടി നമ്മൾ റെസ്പോണ്ട് ചെയ്യണം അല്ലെ, പ്രതികരിക്കണം, അതുപോലെ അതിനുവേണ്ടി നമുക്ക് അതിൽ വീണ്ടെടുക്കൽ നടത്തണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ ആ ഒരു ഡിസാസ്റ്ററിന്റെ അനന്തരഫലമായിട്ടുള്ള ആ ഒരു ആഫ്റ്റർ എഫക്ട്സ്, അനന്തരഫലങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കുന്നതിന് വേണ്ടി ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയാലേ സാധിക്കുള്ളൂ. അതുപോലെ റെസ്പോൺസ്, പ്രതികരണം നടത്തിയാലേ സാധിക്കുള്ളൂ. അതിൽ നിന്നുള്ള വീണ്ടെടുപ്പ് നടത്തണം. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ മാനുഷികമായിട്ടുള്ള വശങ്ങളും കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള വിഭവങ്ങളുടെയും ഉത്തരവാദിത്തങ്ങളുടെയും ഒരു ക്രമീകരണവും മാനേജ്മെന്റുമാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്താണെന്ന്, ഒരു അടിയന്തര സാഹചര്യം വന്നാൽ അതിനെ നമുക്ക് തയ്യാറെടുപ്പ് നടത്തേണ്ടതുണ്ട് അല്ലെ. അതിന്റെയൊക്കെ അനന്തര ഫലങ്ങളിൽ നിന്ന് ഒരു പരിധി വരെ കുറയ്ക്കണമെങ്കിൽ അതിനുവേണ്ടി എല്ലാ മാനുഷിക വശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കൃത്യമായ തയ്യാറെടുപ്പ് നടത്തണം, റെസ്പോൺസ് കൊടുക്കണം, കൃത്യമായ റിക്കവറി അല്ലെങ്കിൽ വീണ്ടെടുക്കൽ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ വിഭവങ്ങളും തയ്യാറാക്കണം, എല്ലാ തരത്തിലുമുള്ള ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുന്ന ഒരു ക്രമീകരണത്തെയും അല്ലെങ്കിൽ ആ ഒരു മാനേജ്മെന്റിനെയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. വേഗം ആ ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കി.
വായിച്ച് കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. വായിച്ചു കഴിഞ്ഞായിരുന്നോ? ക്ലിയർ ആണോ ആ ഒരു ആദ്യത്തെ പാരഗ്രാഫ്? ഓക്കെ, അപ്പൊ മിസ് ഇന്നത്തെ എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട ഡെഫിനിഷൻസ് കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പറയാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് സ്റ്റാർട്ട് ചെയ്താൽ ഇനി തീരില്ല, അതിനുള്ള സമയമില്ലല്ലോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസാസ്റ്റർ മുതലുള്ള ഡെഫിനിഷൻസും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ആ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗമൊക്കെ ഒന്ന് വായിച്ചിട്ട് വരണം കേട്ടോ. താങ്ക് യു.